അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മുടെ ഖുർആൻ മൊബൈൽ എന്ന് പറയും. ഇതിൻ്റെ ചരിത്രം ഞാൻ ഇൻഷാ അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് നമ്മുടെ ഒരു ദാവ വാനാണ്. അപ്പോൾ ഇത് കണ്ട ഇതിനകത്ത് പറയുന്നുണ്ട് നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ജീസസ്, മുഹമ്മദ്, പീസ് ബി അപ്പോൺ ദം ഓൾ, മെനി പ്രോഫറ്റ്സ് വൺ മെസ്സേജ്. ഇതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ മെസ്സേജാണ്. അതായത് എല്ലാ പ്രവാചകന്മാരും മെസ്സേജ് സെയിം ആണ്. അപ്പോൾ ഈ ഖുർആനാണ് അവിടെ ആ പിക്ചറിൽ കാണുന്ന ഖുർആൻ. ഈ ഖുർആൻ ഞങ്ങൾ ഈ പല കടകളിലും ഖുർആൻ സ്റ്റാൻഡുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പോവാണ്. ഇന്ന് നമുക്ക് പോയിട്ട് ഖുർആൻ സ്റ്റാൻഡിൽ ഈ വാനിൽ പോകാം. പോയിട്ട് ഖുർആൻ സ്റ്റാൻഡിൽ നമുക്ക് കുറച്ച് ഖുർആൻ വെച്ചിട്ട് തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൾക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ ടോൾ ഫ്രീ നമ്പറാണ് 1844 മൈ ഖുർആൻ. ഈ നമ്പറിൽ വിളിച്ചാൽ അവർക്ക് ഖുർആൻ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഈ വെബ്സൈറ്റ് ഉണ്ട്. കൂടാതെ നമ്മുടെ അമേരിക്കൻ ഇസ്ലാമിക് ഔട്ട്റീച്ച് .org എന്ന് പറയുന്ന വെബ്സൈറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് ഖുർആൻ മൊബൈൽ. അപ്പോൾ ഒന്ന് നിങ്ങൾ എല്ലാ സൈഡും നോക്കിക്കോ. ഇത് കണ്ട പുറകിലും നമ്മൾ മെസ്സേജ് കണ്ട ഗെറ്റ് യുവർ ഫ്രീ ഖുർആൻ. ഇത് ഫ്രീ ഖുർആനാണ്. ഓക്കെ. ഓ പീപ്പിൾ വർഷിപ്പ് യുവർ ലോഡ് ഹു ക്രിയേറ്റഡ് യു ആൻഡ് ദോസ് ബിഫോർ യു. ഖുർആൻ 2:21. അത് ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങളെ പടച്ച, നമ്മളെല്ലാവരെയും പടച്ച ദൈവം തമ്പുരാനെ ആരാധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ? ഇത് QR കോഡുണ്ട്. അത് അവർക്ക് വെബ്സൈറ്റിൽ പോവാം. കൂടാതെ ഇത് കണ്ട ഈ സൈഡ് പറയുന്നത് ഗെറ്റ് യുവർ ഫ്രീ ഖുർആൻ, ഗാഡ്സ് ഫൈനൽ ടെസ്റ്റമെൻറ്റ് വിത്ത് ഗൈഡൻസ് ഫോർ ഓൾ. അതായത് പടച്ചവൻ്റെ ലാസ്റ്റ് ഗ്രന്ഥമാണ്, ദൈവിക ഗ്രന്ഥമാണ്. ഇത് എല്ലാവർക്കും മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ്. ഇത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും സിഖ് ആയാലും ജെയിൻ ആയാലും ബുദ്ധനായാലും എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഇതിൻ്റെ ഫ്രീ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പിൽ കൂടെ നോക്കിക്കോ. ഇത് നമ്മുടെ ലോഗോ ഉണ്ട്. കണ്ട, ഇത് അമേരിക്കൻ ഇസ്ലാമിക് ഔട്ട്റീച്ചിൻ്റെ. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാം വണ്ടി ഇതാണ്. ഖുർആൻ മൊബൈൽ എന്നാണ് പേര്. ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് ചരിത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇൻഷാ അല്ലാഹ് വണ്ടി കയറി ഒരു യാത്ര ചെയ്യാം ഇൻഷാ അല്ലാഹ്. يغمرني من فيض ضياء آيات المولى تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد نلت منايا وبختم كتابك أرقى وبختم كتابك. അപ്പം നമ്മൾ ഒരു ലൊക്കേഷനിൽ ഖുർആൻ സ്റ്റാൻഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ ഖുർആൻ റീപ്ലണിഷ് ചെയ്യാൻ, അതായത് ഖുർആൻ സ്റ്റാൻഡിൽ വെക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ഇവിടെ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഖുർആൻ മൊബൈലാണ് ഉള്ളത്. ഇത് മെർസിഡീസിൻ്റെ വാനാണ്. ഓക്കെ. മെർസിഡീസിൻ്റെ സ്പ്ലെൻഡർ വാൻ എന്ന് പറയും. വലിയ വാനാണ് ഇത്. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 14 സീറ്റർ വാനാണ്. നമ്മളത് ഒരു സീറ്റ് മാറ്റിയിട്ട് നമ്മളത് കാർഗോ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാനിൽ നമ്മൾ മൊത്തം ചുറ്റും നമ്മൾ ഇസ്ലാമിൻ്റെ മെസ്സേജ് റാപ്പ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വഴി പോകുമ്പോൾ ഒരു ബിൽ ബോർഡ് പോലെ, അതായത് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഈ വലിയ ബിൽ ബോർഡ് ഉണ്ടല്ലോ വഴിയിൽ, വലിയ അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഇതൊരു മൂവിങ് അഡ്വർടൈസ്മെൻറ്റാണ്. 2012 നമ്മൾ ഈ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു 3 വർഷത്തോളം ഈ ഖുർആനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ വണ്ടി ഇല്ലാതെ തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങളൊരു ദിവസം ആലോചിച്ചപ്പോൾ നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ മുസ്ലിം സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാരുമുണ്ട്. ഇവരെല്ലാവരും നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിൽ. അപ്പം ഞങ്ങളുടെ ഒരു മീറ്റിംഗ് 2015
അതായത് 11 കൊല്ലം മുമ്പ് ഒരു മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി വേണം കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഖുർആൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആലോചിച്ച് എങ്ങനെയുള്ള വണ്ടി വേണം. അപ്പം പലരുടെയും അഭിപ്രായം പല തരത്തിലുള്ള അഭിപ്രായം വന്ന് അതിൽ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് നിങ്ങൾ ഈ ബാറ്റ്മാൻ കേട്ടിട്ടുണ്ടാവും. ബാറ്റ്മാൻ അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഒക്കെ മൂവി ഉണ്ടല്ലോ. ഈ ബാറ്റ്മാൻ ഓടിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ പേര് ബാറ്റ് മൊബൈൽ എന്നാണ്. ബാറ്റ്മാൻ്റെ അത് നിങ്ങൾ യൂട്യൂബിൽ കാണാൻ പറ്റും. ബാറ്റ് മൊബൈൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഖുർആൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഖുർആൻ മൊബൈൽ ഉപയോഗിക്കാം. അങ്ങനെ ഖുർആൻ മൊബൈലിൻ്റെ പേര് ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഈ വണ്ടിയുടെ പേര് ഖുർആൻ മൊബൈൽ എന്നായി. ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഓർഗനൈസേഷൻ്റെ കീഴിൽ 4 ഖുർആൻ മൊബൈൽ ഇതുപോലെ ഉണ്ട്. ഒന്ന് ഷാർലറ്റിൽ, പിന്നെ ഒന്ന് റാലി എന്ന് പറയും, ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ മാറിയിട്ട് നോർത്ത് കാരോളൈന തന്നെയാണ്. പിന്നെ ഒന്നുള്ളത് ജോർജിയയിൽ അറ്റ്ലാന്റയിൽ, പിന്നെ ഒന്ന് ഹ്യൂസ്റ്റൺ ടെക്സസ്, വലിയ സിറ്റിയാണ്. അറ്റ്ലാന്റ വലിയ സിറ്റിയാണ്, ഹ്യൂസ്റ്റൺ ടെക്സസ് വലിയ സിറ്റിയാണ്. അപ്പോൾ 4 ഖുർആൻ മൊബൈലുണ്ട്. ഇതുപോലെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സും ഉണ്ട്. അപ്പം ഞാനിന്ന് വണ്ടി ഓടിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഖുർആൻ ഫില്ല് ചെയ്യാൻ പോകാറില്ല, പണ്ട് പോകുമായിരുന്നു. ഇപ്പം നമുക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, അൽഹംദുലില്ലാഹ്, അവരാണ് ചെയ്യുന്നത്. സോമാലിയുണ്ട്, പാകിസ്ഥാനി ഡ്രൈവേഴ്സുണ്ട്, പിന്നെ അതുപോലെ തന്നെ നൈജീരിയക്കാരനുണ്ട്, പിന്നെ കൂടാതെ ഒരു സിറിയക്കാരനുണ്ട്. അങ്ങനെ പലരും ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ലീ കബാബ് എന്ന് പറഞ്ഞൊരു കടയാണ്. ലീ കബാബ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പേര് കേട്ട ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. പലസ്തീനിയൻ ഒരാൾ ഓടിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഖുർആൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഖുർആൻ്റെ ബുക്സ് നമുക്ക് അവിടെ വെക്കാം സ്റ്റാൻഡിൽ. ഈ ഖുർആൻ മൊബൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആൾക്കാർക്ക് റോഡിൽ ഇത് കാണുമ്പം പലർക്കും അതിശയമാണ്, അതായത് ആശ്ചര്യമാണ് ഇങ്ങനൊരു സംഗതി ഇവിടെ റോഡിൽ ഓടുന്നത്. ചിലരൊക്കെ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലാണ്, നിങ്ങൾക്ക് കാണാമല്ലോ, ട്രാഫിക് കാണാമല്ലോ. അപ്പോൾ ഇവിടെ ചില സമയത്ത് ആൾക്കാർ നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ട് നിർത്തുന്ന ആൾക്കാർ ചാടി ഇറങ്ങി നമ്മുടെ അടുത്ത് ഖുർആൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മൾ ഖുർആൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഖുർആൻ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഖുർആനാണ്. ഇത് സ്പാനിഷ് ലാംഗ്വേജ്. ഇവിടെ അമേരിക്കയുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയാം സ്പാനിഷ്. അപ്പോൾ ഈ 2 ഖുർആൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. കൂടാതെ നമ്മൾ ഈ ബ്രോഷേഴ്സ്, ജീസസ് ആരാണ്, ഇസ്ലാം എന്താണ്, ഖുർആൻ എന്താണ്, അതുപോലെ തന്നെ ഈ മിസ്കൺസെപ്ഷൻസ്, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ആരാണ്, അപ്പം ഇങ്ങനെയുള്ള ഈ മറ്റേ ബ്രോഷേഴ്സാണ്. 6 ഡിഫറെൻറ്റ് ബ്രോഷേഴ്സാണ്. ഈ ബ്രോഷേഴ്സ് ഞങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷിലുമുണ്ട്, സ്പാനിഷിലുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 10,000 കണക്കിന് ബ്രോഷേഴ്സ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ ഖുർആനും 25,000 ഖുർആൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഈ ഖുർആൻ സ്റ്റാൻഡിൽ നിന്ന് നമുക്കിപ്പം 280 ഖുർആൻ സ്റ്റാൻഡ്സ് ഉണ്ട്. അതായത് 14 സ്റ്റേറ്റിൽ. 14 സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 50 സ്റ്റേറ്റ് ആണല്ലോ. ഇവിടെ 14 സ്റ്റേറ്റിൽ നമുക്ക് ഖുർആൻ സ്റ്റാൻഡ്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഇനിയും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഭയങ്കരമായ എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ സ്ലോയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 250 ഖുർആൻ സ്റ്റാൻഡും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3000 അല്ലെങ്കിൽ 3000 തൊട്ട് 4000 വരെ ഖുർആൻസ് ഈ ഖുർആൻ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിലും ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് വഴിയും നമ്മൾ ഓർഡർ വരുന്നുണ്ട്, ഷിപ്പ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് വഴി വരുന്ന ഓർഡേഴ്സ് അതിൻ്റെ കൂടെ പല ആൾക്കാരും പറയും എനിക്ക് മുസ്ലിം ആകണം, എനിക്ക് ഇസ്ലാമിൽ വരണം. അപ്പം അങ്ങനെ അൽഹംദുലില്ലാഹ് നിങ്ങൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാഹ്. അപ്പം അമേരിക്കയിൽ ഇസ്ലാമിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. ചില ആൾക്കാർ എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇസ്ലാം ഇഷ്ടപ്പെട്ട് ഇസ്ലാം മുസ്ലിം ആകാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാ വിധത്തിലുള്ള ആൾക്കാരുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഖുർആൻ സ്റ്റാൻഡ് നമ്മുടെ നമ്മൾ ഖുർആൻ സ്റ്റാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്
മുസ്ലിങ്ങൾ നടത്തുന്ന കടകൾ, അതായത് റെസ്റ്റോറൻറ്റ്സ് ആയാലും ഈ സെൽഫോണിൻ്റെ കടയായാലും ടാക്സിൻ്റെ ഓഫീസായാലും ചിലപ്പോൾ ഈ പലചരക്കിൻ്റെ കടകൾ, ഗ്രോസറി കടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കും, ഖുറാൻ സ്റ്റാൻഡ് വെക്കും. ഇത് വെക്കുന്നത് നമ്മൾ അവരുടെ അടുത്തൊന്നും ചാർജ് ചെയ്യുന്നില്ല, എല്ലാം ഫ്രീ ആണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ല. നമ്മൾ ഈ പള്ളികളിൽ പോയി അല്ലാതെയും ആൾക്കാർ നമുക്ക് ഡൊണേഷൻ തന്ന് നമ്മൾ ആ ഡൊണേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ. ചില ആൾക്കാർ ഇങ്ങനെ ഖുറാൻ സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് കണ്ടിട്ട് അവർക്ക് കടയുണ്ടെന്നുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യും നമ്മുടെ കടയിലും വേണം. അങ്ങനെ പലരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും ഇൻസ്റ്റന്റ്ലി ആ സ്റ്റാൻഡില്ല. സ്റ്റാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് ചൈനയിൽ നിന്നാണ്. ഈ അടുത്ത് ഈ ട്രംപ് ഈ ചൈനയുടെ ഡ്യൂട്ടിയൊക്കെ കൂട്ടിയ ശേഷം സ്റ്റാൻഡിൻ്റെ പ്രൈസൊക്കെ കൂടി. അപ്പോൾ അത് കുറച്ച് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നമ്മുടെ കാര്യം നടന്നു പോകും. നിങ്ങൾ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു ട്രിപ്പ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പോകാനുള്ള കട അടുത്ത് കഴിഞ്ഞു. അപ്പം ഇവിടെ പല ആൾക്കാരും നമ്മുടെ അതുപോലെ തന്നെ ഈ സ്റ്റോറിലും ആൾക്കാർ വരാറുണ്ട്. ചില ആൾക്കാർ ഇസ്ലാം ആകണം, മുസ്ലിം ആകണം എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പലർക്കും നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് ഞാൻ ഷഹാദ കലിമ ചൊല്ലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏത് പള്ളിയിൽ പോയാലും നമുക്ക് പുതിയ മുസ്ലിങ്ങളെ കാണാം. അതായത് ന്യൂ മുസ്ലിം എന്ന് പറയും, കൺവേർട്ട് മുസ്ലിം എന്ന് പറയും, റിവേർട്ട് മുസ്ലിം എന്ന് പറയും, പല പേരിലും പറയും. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പേര് നോർത്ത് ട്രയോൺ സ്ട്രീറ്റ് എന്ന് പറയും. നോർത്ത് ട്രയോൺ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൽ തന്നെയാണ് എൻ്റെ ബിസിനസ്സുകൾ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ലീ കബാബ്. നമ്മളിപ്പം അങ്ങോട്ടേക്ക് തിരിയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ ഖുറാൻ മൊബൈലിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഈ ഖുറാൻ മൊബൈൽ കണ്ടപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഖുറാൻ മൊബൈൽ നമുക്ക് ഇറക്കാൻ പറ്റുമോ കേരളത്തിൽ, അതും അറിയിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം നമ്മൾ വലത്തോട്ട് തിരിയാനായി നമ്മുടെ ലീ കബാബ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ. ഇത് ഷാർലറ്റ് എന്ന് പറയുന്ന സിറ്റിയാണ്. ഇവിടെ നമുക്ക് ഏകദേശം 30-നും 40-നും ഇടയിൽ സ്റ്റോർസ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. അത് ഡ്രൈവർ പോവും, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് അടിക്കും. എന്നിട്ട് ഇവിടെ ഷാർലറ്റിൽ അയാൾ പോകുന്നത് വ്യാഴാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചയും പോയിട്ട് സംഗതി അവിടെ ഖുർആൻ സ്റ്റോക്ക് ചെയ്യും. ചില കടകളിൽ ഖുർആൻ വളരെ വേഗത്തിൽ മൂവ് ചെയ്യും, ചില കടകളിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. അപ്പം അത് ഓരോ കടകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഇതാണ് ലീ കബാബ്. നിങ്ങളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടയാണ് ലീ കബാബ്. ഇവിടെ ഓപ്പൺ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ, ലീ കബാബ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, അവിടെയാണ് നമ്മൾ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കൊന്ന് കറക്കി, ഈ വണ്ടിയുടെ ഹൈറ്റ് കൂടുതലായത് കാരണം ചില എൻട്രൻസിൽ കയറാൻ പറ്റില്ല, ചിലയിടത്ത് കയറാൻ പറ്റും. ഇത് വൺ വേ ആണ്. നമ്മളൊരു യൂ ടേൺ അടിക്കാൻ പോവാണ്. ഈ വണ്ടിക്ക് ഹൈറ്റ് നല്ല ഹൈറ്റാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കയറി പോകത്തില്ല ഈ വണ്ടി. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഈ വണ്ടി ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ഖുർആൻ കൊണ്ടുപോകാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ കൊണ്ടുപോയിട്ട് ആ സ്റ്റാൻഡിൽ വെക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പോകണം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകാം. ചില സ്ഥലങ്ങളിലൊക്കെ ഈസി ആയിട്ട് കയറി പോവാം. ഇവിടെ ഈ പാർക്കിംഗ് ലോട്ടിൽ അവരൊരു ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകും ഇൻഷാ അല്ലാഹ്. നമ്മൾ സ്ഥലത്തെത്തി, ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങോട്ട് പോവാണ്. يا أهل الحفاظ أطلوا لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى
بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي وفق من جاءك Brother Salim, assalamu alaikum. How are you doing? So I just want to ask you about the stand. Yes. How many people pick up the stand, the Qurans that you notice? We refill it at least once a week. Okay. People come and take 5. They put it in their stores. Okay. Some people, they look at it and they're like, is it for free? Yeah. They want to pay for it. I'm like, yeah, it's completely for free. Alhamdulillah. So a lot of people are happy with it. Sometimes I try to keep even Spanish versions for other people. Alhamdulillah. So yeah. You happy with the stand? Alhamdulillah. Thank you very much. Thank you. Thank you. Assalamu alaikum. നമ്മൾ ഒരു ഖുറാൻ സ്റ്റാൻഡ് ഇന്ന് റീപ്ലണിഷ് ചെയ്ത് സംഗതികൾ ഖുറാൻ കൊണ്ട് വെച്ച് ഒരു സ്റ്റോറിൽ ഇതുപോലെ 280 സ്റ്റോറുണ്ട്. ആക്ച്വലി 281 സ്റ്റോറുണ്ട് പല സ്റ്റേറ്റിലും. സോ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.